സമൂഹത്തില് ഒരു വിലയില്ലാത്ത ആൾക്കാർ ആരാണ് എന്ന് പറയും. ആരാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ആരെയാണ് ഉദ്ദേശിച്ചത്? എല്ലാവരും ഒരുപോലെയാണ് ഞങ്ങൾക്ക്. നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചെന്ന് പറയണം. ഇതിനെക്കുറിച്ച് എത്ര ഇമെയിലുകളും എത്ര കമന്റുകളുമാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. യു ഹാവ് ടു ആൻസർ. നിന്റെയൊക്കെ വീട്ടിൽ കേട്ടാൻ കൊള്ളാത്ത ആൾക്കാർ സമൂഹത്തിൽ അല്ലെങ്കിൽ ജോലി എടുത്ത് ജീവിക്കും. ലക്ഷ്മി ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ? എന്താ എവിടെ? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ആരാണ് അവിടെ ജോലി ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാർ? നിങ്ങൾ ആരാണ് ഉദ്ദേശിച്ചത്? ആരാണ്? ലക്ഷ്മി തന്നെ പറയാമോ? ലക്ഷ്മി ആരാണ് ഉദ്ദേശിച്ചത്? ലക്ഷ്മി അതിന് ശേഷം അത് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായ കാര്യമാണോ? നിങ്ങൾ ഈ ഷോ കണ്ടിട്ടാണ് വരുന്നത്. നിങ്ങളുടെ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അത് താല്പര്യം വരുന്നത്. പക്ഷെ അത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? ഇതിന് ആൻസർ ചെയ്തേ പറ്റൂ. ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ എനിക്കിവിടെ സമയമില്ല. നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത്? അവിടെ ഇരിക്കുന്ന ആർക്കും മനസ്സിലായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അവിടെ ഇരിക്കുന്ന ആരും അതിന് പ്രതികരിച്ചില്ല. അതും വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. അവിടെ ആവശ്യമില്ലാത്ത എത്രയോ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുന്ന എത്രയോ പേര് അവിടെ ആണുങ്ങൾ ഇരിപ്പുണ്ട്, പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്. ആരും അതിൽ പ്രതികരിച്ചില്ല എന്ന് പറയുന്നത് സങ്കടകരമായ കാര്യമാണ്. അനീഷ്, നിങ്ങൾ എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ആളല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അടുത്തിരിക്കുന്ന ആള് എന്തുകൊണ്ട് ഈ ടൈമില് ഞാൻ കിച്ചണിലാത്തായിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. തോന്നി കണ്ടപ്പോ എനിക്ക് വ്യക്തമായി സാർ ഇത് ആദ്യം എന്നോട് ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണെന്ന് എനിക്ക് വ്യക്തമായി. എനിക്ക് കാര്യം ഇതിനു മുമ്പ് ഇതേ സ്റ്റേറ്റ്മെന്റ് പല തവണയായിട്ട് ഇത് തെറ്റായ ഇൻഫർമേഷൻ ആണ് സമൂഹത്തിന് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഈ ലക്ഷ്മി ആയിക്കോട്ടെ മസ്താനി ആയിട്ട് എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ഇന്നലെ ഞാൻ സ്റ്റേറ്റ്മെന്റ് സംസാരിച്ചു. അല്ല, സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്ന് അറിയുന്നു. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പറഞ്ഞു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്നല്ല. ആ സ്റ്റേറ്റ്മെന്റ് ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലായി? മനസ്സിലായി. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അവിടെ നിങ്ങൾ അതിനെ കുറിച്ച് പിന്നെ ഇവരോട് സംസാരിച്ചോ? ഇങ്ങനെ പറയാൻ പാടില്ലെന്ന്. ഞാനപ്പോ ആദിലയുടെ ഫേസ് പോയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ആദിലയുടെ ഫേസ് മാറിയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. അന്ന് ഫാക്ടറിയിൽ വെച്ചിട്ട് ലൈക്ക് ഒരു വാക്കുതർക്കം ആദിലയും മസ്താനി ഉണ്ടായപ്പം തന്നെ മസ്താനി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അത് നിന്നെ പോയി മാറ്റുമെന്നുള്ളത്. അപ്പൊ അത് എന്ത് ഉദ്ദേശിച്ചതാണ് പറഞ്ഞതെന്നുള്ളത് മനസ്സിലായില്ല. അത് ഞാൻ ഗെയിം റിലേറ്റഡ് ആണ്. പുള്ളിക്കാരിക്ക് ഗെയിം ടാസ്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ കൂടെ നീ അത് നിന്നെ പോയി മാറ്റുമെന്നല്ലല്ലോ പറയേണ്ടത്. അക്ബറിനോട് പറഞ്ഞത് നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത ആൾക്കാരെന്നാണ്. എന്താണ് അക്ബറിന് അതിനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങളോടാണ് പറഞ്ഞത്. നിങ്ങൾ എന്താണ് അപ്പൊ പ്രതികരിക്കാത്തത്? അതിന് മറുപടി പറയാത്ത അക്ബർ? ലക്ഷ്മിയുടെ അടുത്ത് എത്ര മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂടെ എത്രയോ ദിവസമായി നിന്നിരിക്കുന്ന രണ്ട് പേര് എന്നാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായില്ലേ? നിങ്ങൾ വീണ്ടും ആ സമയത്ത് നമ്മൾ ആ പ്രഷറിൽ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ലക്ഷ്മിയെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. ആ പറഞ്ഞ വാക്കുകൾ എന്റെ ചെവിക്ക് ഞാൻ എടുത്തിട്ടില്ല.